أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 144-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് ഒരു ഖത്മ് പൂർത്തിയാക്കി, അത് കേട്ട് അതിൻ്റെ കൂടെ ഓതി ശ്രദ്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, 144-ാമത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയ സിഫാത്തുൽ ഹുറൂഫിലെ അത്തഫ്ഖീമു വ തർഖീഖ് എന്നതിനെക്കുറിച്ചുള്ള ഒന്നുകൂടെ വിശദമായുള്ള പഠനമാണ്. തഫ്ഖീം, തർഖീഖ് നമുക്കറിയാം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരൽ. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഉയരാതിരിക്കൽ, താഴ്ന്നിരിക്കൽ. എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നതോടുകൂടി അക്ഷരത്തിന് വെയിറ്റ് കൂടും, വായ നിറയെ ശബ്ദം ഉണ്ടാവും. ഉദാഹരണം നോക്കിയേ: പോ പോ പോ, ഖാഫ് ഖാഫ് ഖാഫ്, അല്ലേ? ഉയരാതിരിക്കൽ എന്ന് പറഞ്ഞാൽ നോക്കിയേ: കാഫ് കാഫ് കാഫ്, ഖാഫ് ഖാഫ് കാഫ് കാഫ്. മനസ്സിലായല്ലോ? രണ്ടും മനസ്സിലായല്ലോ. ഇസ്തിഅ്ലാ കൊണ്ട് തഫ്ഖീം ഉണ്ടാവും, ഇസ്തിഫാൽ കൊണ്ട് തർഖീഖും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്, വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇസ്തിഅ്ലാഇൻ്റെ ഹർഫുകൾ എന്ന 7 എണ്ണമാണ്. ഫത്ഹാകുമ്പോഴും കസ്റാകുമ്പോഴും ദമ്മാകുമ്പോഴും സുക്കൂനാകുമ്പോഴും ഒക്കെ തഫ്ഖീം ഉണ്ടാകുന്ന അക്ഷരങ്ങളാണ് ഈ 7 എണ്ണം എന്ന് പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കി. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പാട്ടും ബെയ്ത്തും ഒക്കെയായി പഠിച്ചു. ഇന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ പറയുന്നത് ഈ ഹുസ്സദഖ്തിൻ ഖിൽ എന്നല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളുണ്ടല്ലോ, 22 എണ്ണം. ഈ 22 അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾ, ചില അക്ഷരങ്ങൾ ചിലപ്പോൾ തഫ്ഖീം ആവേണ്ടവയാണ്, ചിലപ്പോൾ തർഖീഖും ആവേണ്ടവയാണ്. നേരത്തെയൊക്കെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം തന്നിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ. എന്നാലും 24-ാമത്തെ പാഠം എന്ന നിലയ്ക്ക് നമ്മൾ കൃത്യമായി അതൊന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഖിറാഅത്തിൽ, നമ്മൾ മലയാളികളുടെ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ പറയട്ടെ, മലയാളികളുടെ ഖിറാഅത്തിൽ പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ശ്രദ്ധിച്ചു പാരായണം ചെയ്യേണ്ട വിഷയമാണ് ഇത്. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. എവിടെ പറഞ്ഞെത്തിയത്? ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ, അതായത് തടിപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങളല്ലാത്തവ, ഇസ്തിഅ്ലാഇൻ്റെതല്ലാത്തവ,
അതിൽ ചില അക്ഷരങ്ങൾ അതേതെല്ലാമാണ് നോക്കി. ഒന്ന് അലിഫ്, മറ്റൊന്ന് വാവ്, മറ്റൊന്ന് ലാം, മറ്റൊന്ന് റോ. ഏതൊക്കെ? അലിഫ്, വാവ്, ലാം, റോ. ഈ 4 അക്ഷരങ്ങളെ ചിലപ്പോൾ തടിപ്പിച്ചുച്ചരിക്കേണ്ടി വരും, ചിലപ്പോൾ നിർപ്പിച്ചുച്ചരിക്കേണ്ടി വരും. ഇതിൽ ഇന്ന് പറയുന്നത് അലിഫ്, വാവ് എന്നിവയെക്കുറിച്ചാണ്. അലിഫ്, വാവ്. ഒന്നുമില്ല, പ്രയാസമൊന്നുമില്ല. നമ്മളെ തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ടല്ലോ. ഹുസദഖത്തിൻ ഖിൽ, ഓർക്കണേ. തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ടല്ലോ. ഹുസദഖത്തിൻ ഖിൽ. ആ അക്ഷരങ്ങളെ നീട്ടാനാണ് അലിഫും വാവും വന്നത് എങ്കിൽ ആ അക്ഷരത്തെ തടിപ്പിക്കുന്നതോടുകൂടി നീട്ടാനാണല്ലോ അലിഫും വാവും, അതിനെയും തഫ്ഖീമാക്കണം. സിമ്പിളാണ്. ഇനി ഇസ്തിഫാലിൻ്റെ ഹർഫുകളുണ്ടല്ലോ, തടിപ്പിക്കാതെ ഉച്ചരിക്കുന്ന ആ അക്ഷരത്തെ നീട്ടാനാണോ അലിഫും വാവും വന്നത്, എന്നാൽ ആ അക്ഷരത്തെയും തടിപ്പിക്കാതെ ഉച്ചരിക്കണം. ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഉദാഹരണം പറയുമ്പോൾ വേഗം മനസ്സിലാവും. ഉദാഹരണം പറയുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പറയട്ടെ. തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളെ നീട്ടാനാണ് അലിഫും വാവും വരുന്നതെങ്കിൽ അവയെ തടിപ്പിക്കണം. നേർപ്പിക്കേണ്ട അക്ഷരങ്ങളെ നീട്ടാനാണെങ്കിലോ അവയെ നേർപ്പിക്കണം. ഇത്രയേ ഉള്ളൂ, പറയാൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഖിറാഅത്തിൽ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഉദാഹരണം ഓക്കെ. വസ്സാഫാത്തി സഫ്ഫാ. ഓക്കെ. വസ്സാഫാത്തി. ആ ഉദാഹരണം ഒന്നുകൂടെ നോക്കിയേ. വസ്സാഫാത്തി. എന്തേ? സാദ് തടിപ്പിക്കേണ്ട അക്ഷരമാണ്, അത് നീട്ടാൻ അലിഫ് വന്നു. അപ്പോൾ ആ അലിഫിനെയും കൂടി വായ നിറച്ച് സോ. തൊട്ടടുത്ത അക്ഷരം ഫ ആണ്. ഫ നേർപ്പിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിന് നോക്കി. ഫ. വസ്സാഫാത്തി. എങ്ങനെയോ? വസ്സാഫാത്തി. എങ്ങനെ പറയരുത്? വസ്സാഫാത്തി. പറയരുത്. ഫോ പറയരുത്. ഫോ അല്ല. മനസ്സിലായല്ലോ? നേരത്തെയൊക്കെ വിശദമായി പറഞ്ഞത് കൊണ്ടാണ് ഇത് ഇവിടെ പറഞ്ഞ് നിർത്തുന്നത് കേട്ടോ. ഇനി വേറെ നോക്കി. വിഫഖ. സ്ക്രീനിൽ നോക്കി. വി ഫ ഖോ. ഫ ഖോ അല്ലേ? തെറ്റായിട്ട് എങ്ങനെ ഓതും? വിഫാഖ. ഫോ എന്ന് പറയും. ഫോ. ഇപ്പം എന്തായി? ഫോ. അലിഫ് ഉണ്ടോ വായ? ഫോ. നോ. ഫ. ഫോ. ഉച്ചാരണം, ശബ്ദം വ്യത്യാസം മനസ്സിലായോ? ഒന്നുകൂടെ കേട്ടുള്ളൂ. ഫ പറയണം. ഫോ പറയരുതേ. വിഫാഖ അല്ല, വിഫാഖ. ഫഖ. ഓക്കെ. ഇനി വേറെ ഉദാഹരണം നോക്കിയേ. ഖാഫിനെ തഫ്ഖീം, നീട്ടാൻ വാവ്. അപ്പോൾ ഖൂ. ലമ്മുള്ള ഖാഫ് മാത്രമല്ല, ശേഷമുള്ള വാവും വായ നിറയെ. ഖൂ. മൂ. ഖൂമൂ. മൂന്ന് എന്നൊക്കെ പറയില്ലേ നമ്മൾ? മൂന്ന്. അങ്ങനെ തന്നെ. ഖൂമൂ. അങ്ങനെ തന്നെ പറഞ്ഞു നോക്കുന്നുണ്ട് കുറേ ആളുകളില്ലേ. ഇപ്പം എന്ത് പറഞ്ഞു? അതെ, വായ നിറയെ ശബ്ദം ഉണ്ടാവണം. അലിഫും വാവും എപ്പോൾ? വായ നിറയെ ശബ്ദമുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി വരുമ്പോൾ. നേർപ്പിച്ച് പറയണം അലിഫും വാവും എപ്പോൾ? നേർപ്പിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ നീട്ടാൻ വേണ്ടി വരുമ്പോൾ. വായ നിറയെ സൗത്ത് വരും വിധം തടിയോടെ ഹറഫുച്ചരിക്കലതാണ് തഫ്ഖീമോടെ. തർഖീഖ് എന്നാൽ നേർത്തതായി ഉച്ചാരണം,
നാവിൻ്റെ താഴ്ചയതാണ് മോനെ കാരണം. അല്ലേ? കാരണം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി തദ്രീബിൽ നമ്മുടെ കിതാബിൽ അതിൻ്റെ ഉദാഹരണങ്ങളിൽ 5-6 പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് സ്കാൻ ചെയ്ത് കേൾക്കുക നിങ്ങൾ. എല്ലാവരുടെയും മൊബൈലുണ്ടല്ലോ QR കോഡ് സ്കാനർ, അത് സ്കാൻ ചെയ്യുക. എന്നിട്ട് അതൊന്ന് എങ്ങനെ പറയണം എന്ന് ഓതി തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കേൾക്കുക. ഇനി നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ഓത്തിൽ എന്ത് സംഭവിക്കും? ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ നീട്ടാനുള്ള അലിഫിൻ്റെയും വാവിൻ്റെയും അവസ്ഥ, ഇസ്തിഫാലിൻ്റെ ഹർഫിനെ അതിനെയും ഇതിനെയും. ഓക്കെ. ഇന്ന് സൂറത്തുദ്ദാരിയാത്ത് ആണ് ഓതുന്നത്. സൂറത്തുദ്ദാരിയാത്ത് ചെറിയ ആയത്തുകളുള്ള സൂറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് ഓതാം. ഇന്ന് നമ്മൾ പഠിച്ച നിയമങ്ങൾ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. 144-ാമത്തെ ക്ലാസ്സാണേ. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദാരിയാതി ദർവാ ഫൽഹാമിലാതി വിഖ്റാ فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواقع والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك قتل الخراصون الذين هم في غمرة ساهون يسألون أيان يوم الدين يوم هم على النار يفتنون ذوقوا فتنتكم هذا الذي كنتم به تستعجلون. 14 ആയത്തുകളാണ് ഓതിയത് സൂറത്തുദ്ദാരിയാത്ത്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദാരിയാതി ദർവാ. വദ്ദാരിയാത്തിയിലെ ദാല് വസ്സാരിയാത്തി ആവൂല അല്ലല്ലോ, ആവരുത്. വദ്ദാരിയാത്തി ഉണ്ടോ? വദ്ദാരിയാത്തി. ഇസ്തിഅലാഇൻ്റെ ഹർഫാണോ ഇസ്തിഫാലിൻ്റെ ഹർഫാണോ നിങ്ങൾ പറയണം. നേർപ്പിക്കേണ്ട ഹർഫ്, അതെ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അപ്പോൾ ഇനി യാവും അങ്ങനെ തന്നെ. അപ്പോൾ വദ്ദാരിയാത്തി ദർവാ വദ്ദാരിയാത്തി ദാരിയാത്ത് തെറ്റ്. വദ്ദാരിയാത്തി ദർവാ ഫൽഹാമിലാത്തി വിഖ്റാ. അത് നമ്മൾ വേറെ പറയുന്നുണ്ട് റാഇനെ കുറിച്ച്, അപ്പോൾ വിശദീകരിക്കാം. ഫൽഹാമിലാത്തി നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഫൽഹാമിലാത്തി നോ ഫൽഹാമിലാത്തി വിഖ്റാ فالجاريات يسرا. يعني فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق. അവിടെ ഉണ്ട്. ഓക്കെ. إنما توعدون لصادق. صادق إنما توعدون لصادق وإن الدين لواقع. يعني وإن الدين لواقع والسماء ذات الحبك. يعني والسماء ذات الحبك والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك
യുഫ്ഫകു അൻഹു മൻ ഉഫിക്. അത് നമ്മൾ തഫ്ഖീമും തർഖീഖും ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. യുഫ്ഫകു അൻഹു മൻ ഉഫിക്, മൻ ഉഫിക്, നുഫിക് ഒക്കെ ആകും. യുഫ്ഫകു അൻഹു മൻ ഉഫിക് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഖുതിലൽ ഖറാസൂൻ, സൂൻ സൂൻ ഉണ്ടോ, സൂൻ സ്വാദ് ഇസ്തിഅലാൻ്റെ ഹർഫാണ്, നീട്ടാൻ തഫ്ഖീം. വാവും തഫ്ഖീം. അല്ലദീന ഹും ഫീ ഗംറത്തിൻ സാഹൂൻ, സാഹൂൻ, ഹൂൻ 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 സാഹൂൻ. യസ്അലൂന അയ്യാന യൗമുദ്ദീൻ, യസ്അലൂന അയ്യാന യൗമുദ്ദീൻ. യൗമഹും അലന്നാരി യുഫ്തനൂൻ, യൗമഹും അലന്നാരി, അങ്ങനെ യൗമഹും അലന്നാരി യുഫ്തനൂൻ. ذوقوا فتنتكم هذا الذي كنتم به تستعجلون. باقي إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. 23 വരെ നോക്കി. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. ആഖിദീന മാ ആതാഹും റബ്ബുഹും, ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ كانوا قليلا من الليل ما يهجعون. اوكي كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. ലിസ്സായിലി മദ് മുത്തസിലുണ്ട്, മറക്കരുത്. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ് സമാഇ വൽ അർള്. അങ്ങനെ ഫവറബ്ബിസ് സമാ, ഫവറബ്ബി എന്നത് ശ്രദ്ധിക്കണേ, ഫവറബ്ബി അസ്സമാഇ വൽ അർളി ഇന്നഹു ലഹഖും മിസ്ല മാ അന്നകും തൻതിഖൂൻ. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم
قالوا كذلك قال ربك إنه هو الحكيم العليم. أوكي. هل أتاك حديث ضيف إبراهيم المكرمين. هل أتاك حديث ضيف إبراهيم ضاد إذ دخلوا عليه فقالوا سلاما. إذ دخلوا عليه قالوا سلاما فقالوا سلاما. لا فقالوا سلاما قال سلام قوم منكرون. قال سلام فراغ ഇനി പറയും നമ്മൾ പറഞ്ഞു فراغ إلى أهله فجاء بعجل سمين فقربه إليهم. أوكي مدوم. قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم. അടുത്തത് നോക്കി. فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم. فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم. قالوا كذلك قال ربك إنه هو الحكيم العليم. قالوا كذلك قال ربك إنه هو الحكيم العليم. ഇനി ബാക്കി. قال فما خطبكم أيها المرسلون. قالوا إنا أرسلنا إلى قوم مجرمين لنرسل عليهم حجارة من طين مسومة عند ربك للمسرفين فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين وتركنا فيها آية للذين يخافون العذاب الأليم. وفي موسى إذ أرسلناه إلى فرعون بسلطان مبين فتولى بركنه وقال ساحر أو مجنون فأخذناه وجنوده فنبذناهم في اليم وهو مليم. قال فما خطبكم أيها المرسلون. قال فما خطبكم أيها المرسلون. قالوا إنا أرسلنا إلى قوم مجرمين لنرسل عليهم حجارة من طين مسومة عند ربك للمسرفين. مسومة عند ഓക്കെ. മുസവ്വമതൻ ഇൻദ റബ്ബിക ഔല തന്നിന്ദയല്ല മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين وتركنا فيها آية للذين يخافون. ഖാ കണ്ടോ ഇസ്തിഗ്ലാലിൻ്റെ ഹർഫാണ് നീട്ടാൻ ലൈഫ് യഖാ.
അൽ അദാബൽ അലീം. യഖാഫൂന ഖാ അങ്ങ് തടിപ്പിച്ചു എന്ന് വെച്ച് അദാബിൽ അദാബാക്കാൻ പാടുണ്ടോ? ഇല്ല. യഖാഫൂനൽ അദാബൽ അലീം. وفي موسى إذ أرسلناه إلى فرعون بسلطان مبين. സുൽത്താൻ അങ്ങനെ വേണം. فتولى بركنه وقال ساحر أو مجنون. പിന്നെയോ فأخذناه وجنوده فنبذناهم في اليم وهو مليم. ഫിൽ യമ്മി, സാധാരണ മീമിൻ്റെ ശബ്ദ ഇവിടെയൊക്കെ ഫിൽ യമ്മി വഹുവ, യമ്മി വഹുവയല്ല, ഫിൽ യമ്മി വഹുവ മുലീം. ശബ്ദുള്ള മീമിൻ ഗുന്നത്തു നന്നായി നൽകണേ. ഓർമ്മല്ലേ? വഹുവ മുലീം. وفي عاد إذ أرسلنا عليهم الريح العقيم. ما تذر من شيء أتت عليه إلا جعلته كالرميم. وفي ثمود إذ قيل لهم تمتعوا حتى حين فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون. فما استطاعوا من قيام وما كانوا منتصرين. وقوم نوح من قبل إنهم كانوا قوما فاسقين. والسماء بنيناها بأيد وإنا لموسعون. والأرض فرشناها فنعم الماهدون. ومن كل شيء خلقنا زوجين لعلكم تذكرون. ففروا إلى الله إني لكم منه نذير مبين. ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. وفي عاد إذ أرسلنا عليهم الريح العقيم. وفي عاد إذ أرسلنا عليهم الريح العقيم. ما تذر من شيء أتت عليه إلا جعلته كالرميم. നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, മാ തദറു മിൻ ഷൈഇൻ അതത്. അതത് എന്ന് ഐനാകാൻ പാടില്ല ഇവിടെ. അതത് പറഞ്ഞു നോക്കിയേ. ആരും പറയണില്ലല്ലോ. അതെ, ആണ് വേണ്ടത്. എവിടെയാ? മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി. ഓക്കെ, ഇല്ലാ ജഅലത്ഹു കർറമീം. ഇല്ലാ ജഅലത്ഹു നീളുവോ? ഇല്ല. പക്ഷെ ചിലർക്കൊക്കെ നീളരുത്. ഇല്ലാ ജഅലത്ഹു കർറമീം. وفي ثمود إذ قيل لهم تمتعوا حتى حين. إذ قيل لهم تمتعوا حتى حين فعتوا عن أمر ربهم. ശ്രദ്ധിച്ചില്ലെങ്കിൽ അമ്രിലെ ഹംസയും ഐനാകും. എന്നിട്ട് ഫഅതൗ അൻ അംരി റബ്ബിഹിം. എങ്ങനെയുണ്ട്? ഹംസ ഐനായി പോയത് കണ്ടില്ലേ? ഫഅതൗ അൻ അംരി റബ്ബിഹിം പാടില്ല. പിന്നെ ഫഅതൗ അൻ അംരി റബ്ബിഹിം, അൻ അംരി റബ്ബിഹിം. فأخذتهم الصاعقة وهم ينظرون. പിന്നെയോ فما استطاعوا من قيام وما كانوا منتصرين. فما استطاعوا من قيام وما كانوا منتصرين. وقوم نوح من قبل إنهم كانوا قوما فاسقين. والسماء بنيناها. അടുത്ത കലിമത്ത് നോക്കൂ, ഞാൻ ഓതിയത് ശ്രദ്ധിച്ചോന്നറിയില്ല. ബി വസ്സമാഅ ബനൈനാഹ ബി ഐദിൻ. 2 യാകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? രണ്ടിനും പുള്ളിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു യാ മാത്രമേ വായിക്കുള്ളൂ.
ബി ഐദിൻ, ബി ഐദിൻ. വ ഇന്നാ ലമൂസിഊൻ. എന്താണ് പിന്നെന്തിനാണ് യാ എന്നോ ആരോ ചോദിച്ചല്ലോ. 2 യാ എഴുതി 1 യാ ഓതുന്നു. അതല്ലേ ഖുർആൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. എഴുതാത്ത എത്ര സ്ഥലങ്ങളിൽ ഏതെല്ലാം അക്ഷരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ, ഓതുന്നുണ്ട്. എഴുതിയ അക്ഷരങ്ങളെ ഏതെല്ലാം നമ്മൾ ഓതാതെ പോകുന്നുണ്ട്. ഉലൈകയിലെ വാവ് ഉദാഹരണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ബി ഐദിൻ, 2 യാ ഉണ്ടെങ്കിലും 1 യാ ഓതു. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. ومن كل شيء خلقنا زوجين لعلكم تذكرون. ومن كل شيء خلقنا زوجين لعلكم تذكرون. ففروا إلى الله إني لكم منه نذير مبين. ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. باقي കുറച്ചുകൂടെ ഉണ്ടല്ലേ. كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم وذكر فإن الذكرى تنفع المؤمنين وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين فإن للذين ظلموا ذنوبا مثل ذنوب أصحابهم فلا يستعجلون فويل للذين كفروا من يومهم الذي يوعدون كذلك ما أتى الذين من قبلهم ശ്രദ്ധിക്കണേ ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون ساحر أو مجنون أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم فما أنت بملوم. അടുത്ത ആയത്ത് നോക്കി. ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ തെറ്റായിട്ട് ഓതുന്ന ആയത്താണ്. കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഓക്കെ, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയത്താണിത്. ഇവിടെ വദക്കിർ ഫഇന്ന ദിക്റാ എന്നുണ്ട്. വദക്കിർ ആണ്, ഫദക്കിർ അല്ല. രണ്ടാമത്തിടത്താണ് ഫഇന്ന ദിക്റാ. ഇത് പലരും ഫദക്കിർ ഫഇന്ന ദിക്റാ എന്നോതും, അല്ലെങ്കിലോ വദക്കിർ വഇന്ന ദിക്റ, അങ്ങനെ ഓതുന്നവർ കുറവാണ്. കൂടുതൽ ആളുകൾ ഫദക്കിർ ഫഇന്ന ദിക്റാ, രണ്ടിടത്തും ഫ കൊടുക്കും. ഒരു ഫാ വാവ് മാറിപ്പോയത് ഇത്ര ഒച്ചുണ്ടാക്കാനുണ്ടോ എന്നാരെങ്കിലും ചോദിക്കുമോ? ഇല്ലല്ലല്ല, തദ്രീബിൽ ആരും ചോദിക്കൂല. നമുക്കറിയാം ഹർഫ് ഒന്ന് മാറിയാലുള്ള അപകടകരമായ അവസ്ഥ. അതുകൊണ്ട് ആദ്യത്തേത് വ, രണ്ടാമത്തേത് ഫ. വദക്കിർ ഫഇന്ന. പിന്നെയോ അദ്ദിക്റാ എന്നുണ്ട്. ഫഇന്ന ദിക്റാ, അവിടെ ആ റായിനെ അസ്ലിയായ മദ് കൊടുത്ത് കുറച്ച് നീട്ടണം. എന്നിട്ട് കുറേ ആളുകൾ അത് നീട്ടാതെ വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. സുബ്ഹാനല്ലാഹ്, ഒരലിഫ് പോയി, ഒരക്ഷരം പോയി. ഫഇന്ന ദിക്റാ തൻഫഉ അല്ല, ഫഇന്ന ദിക്റാ അസ്ലിയായ മദ് കൊടുത്തേ പറ്റൂ. അപ്പോൾ എങ്ങനെ ഓതണം? വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. വദക്കിർ എന്ന റായിനെ തർക്കീഖും ചെയ്യണം. വദക്കിർ കിർ കിർ നോ കിർ കിർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ റായിനെ കുറിച്ച് വിശദമായി പഠിക്കാനിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അല്ലേ
വദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഒരുമിച്ച് വദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ശരിക്കും നോക്കണം കേട്ടോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എങ്ങനെ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. പിന്നെ فإن للذين ظلموا ذنوبا مثل ذنوب أصحابهم فلا يستعجلون. فإن للذين فويل للذين كفروا من يومهم الذي يوعدون. ഒരുമിച്ച് فويل للذين كفروا من يومهم الذي يوعدون. صدق الله العظيم. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, നിൻ്റെ അഹ്ലുകാർ എന്ന വിശേഷണത്തിൽ അഹ്ലുല്ലാഹി, അഹ്ലുൽ ഖുർആനി, അഹ്ലുല്ലാഹി വഖാസത്തുഹു, സാധുക്കളായ ഞങ്ങളെ നീ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, മാതാപിതാക്കൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരെയും നീ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തദ്രീബ് എന്ന ഈ മഹത്തായ സംരംഭം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അള്ളാഹുവേ, ഇത്രയും നാളുകൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും കേട്ടതും ഒക്കെ കബൂലാക്കണേ അല്ലാഹ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, റാഹത്തോടെ ഇത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നിൻ്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, തദ്രീബിലെ ഒരുപാട് പഠിതാക്കൾ, ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരാണ്. നീ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവർക്കും നീ ഇസ്സത്തും ഹിമ്മത്തും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും അവരുടെ തണൽ ഒരുപാട് കാലം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ധാരാളം സാദാത്യങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉലമാ, ഉമറാ, പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിൽ ഈ തദ്രീബ് എന്ന ഈ മഹത്തായ ഖുർആനിൻ്റെ ഈ നല്ല മജ്ലിസിൻ്റെ നൂറ്, അതിൻ്റെ വെളിച്ചം കാണിച്ച് ഇതിൻ്റെ മിസ്ലു സവാബ് അവർക്ക് കാണിച്ചു കൊടുത്ത് അല്ലാഹുവേ, സ്വർഗീയമായ സന്തോഷമുള്ള ഖബറാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام